ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 2.25 ലക്ഷം റുപ്യ ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മി ആയി കൊടുക്കും. നമ്മളെ ആൾക്കാരൊന്ന് പിന്നെയും കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറും കൂടി നമുക്ക് കൊടുക്കാം. ഓഫർ പറഞ്ഞോളി. 750 മേലെ സിബിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ 7-10 നമ്മൾ ഉദ്ദേശിക്കുന്നത് 7 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. 7 ലക്ഷം റുപ്യ ലോണും ചെയ്ത് കൊടുക്കാം. 3,10,000 റുപ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 3,10,000 റുപ്യ 13 മോഡൽ ZD പ്ലസ് കൊടുക്കാം. അതും ഗ്യാരണ്ടി. 2019 മേലൊക്കെ ഇതുണ്ട് കേട്ടോ. വണ്ടി ഡീസലാണ്, മൈലേജും ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. ഇത് 3.25 ലക്ഷം റുപ്യയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കേരളത്തിൽ ഓടി നമ്പറാക്കി നമ്പറാക്കിട്ട് കൊടുക്കാം. 12 മോഡൽ നമ്മളങ്ങനെ ഏകദേശം ഒരു 2-3 ആഴ്ചന് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള MK യൂസർക്കാർ തന്നെ വീണ്ടെത്തിയിട്ടുണ്ട്. കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണു. ചെറുവണ്ടികളെ മെയിൻ ആയിട്ട് കേട്ടോ. മാക്സിമം ലോൺ വണ്ടികൾ കൊടുക്കുക. അതേമാതിരി ഏകദേശം 90,000 മുതലാണ് അൾട്ടോള് സ്റ്റാർട്ടിങ്. നമ്മളെ കൂൾ ഓണറെ ബാവാക്ക നമ്മളെ വീടിലേക്ക് സുഖല്ലേ? നല്ല ലുക്കിലാട്ടോ ബാവാക്ക. കുറെ പരിപാടി കഴിഞ്ഞ റാത്തായിരിക്കാണല്ലേ. നമ്മളെ ലൊക്കേഷൻ പറയണതല്ലേ മലപ്പുറം മച്ചിങ്ങൽ MK യൂസ്ഡ് കാർ. മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ടൗണിലാണ്. മലപ്പുറം ടൗണിൽ കോഴിക്കോട് റോഡിന് മലപ്പുറം ടൗണിന് 1.5 കിലോമീറ്റർ പോകുന്ന മച്ചിങ്ങല് ക്ലാസിക് ഹുണ്ടായിന്റെ ഷോറൂം ഉണ്ട്. മലപ്പുറം മച്ചിങ്ങൽ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കില് കോഴിക്കോട് നിന്ന് വരുന്നവർക്ക്, മലപ്പുറത്ത് നിന്ന് വരുന്നവർക്ക് ബസ് സ്റ്റോപ്പിന്റെ മുന്നിലല്ലേ ബാക്കിൽ മുമ്പിലായിട്ട് നമ്മളെ വണ്ടി ഉണ്ട്. ഷോറൂം ഉണ്ടല്ലോ. MK യൂസ്ഡ് കാർ. ഗൂഗിളിൽ MK യൂസ്ഡ് കാർ അടിച്ചാൽ മതി. കിട്ടും. എങ്ങനെ അടിച്ചാലും കിട്ടും. അതാണ് എത്ര മുതൽ വണ്ടികൾ തുടങ്ങും. നമുക്ക് ഏകദേശം 90 മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളു. അൾട്ടോകളെ ചെറുവണ്ടികൾ കുറെ ഉണ്ട്. 1,10,000 റുപ്യ കണ്ടമാനം വണ്ടികൾ. വാഗണർ ഉണ്ട്. കുറെ വണ്ടികളുണ്ടല്ലോ. മാക്സിമം ലോണിൽ വണ്ടി കൊടുക്കും. മാക്സിമം ലോണിന് കൊടുക്കാൻ മതി. മേജർ ആക്സിഡന്റും ഫ്ലഡും ഇത് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാനല്ലേ. ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്, അപ്രോണ് പോയത് കാര്യങ്ങളൊന്നും നമ്മൾ ഈ കടയിൽ ഇപ്പൊ എനിക്ക് ഒരു വണ്ടിയും കാടി കിട്ടില്ല. ഗ്യാരണ്ടി. അതാണ് ഏകദേശം 100-ന് മേലെ വണ്ടി ഉണ്ടല്ലോ. 100 ജില്ലാ വണ്ടിയാണ്. ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട്. കണ്ടമാനം വണ്ടി പുതിയ സ്റ്റോക്ക് വരാനുണ്ട്. അടിപൊളി സിയാസുകൾ ഉണ്ട്. അതായത് CNG റിഡ്സുകൾ കൊടുക്കാൻ പറ്റും. റിഡ്സുകൾ ഏകദേശം ഒരു 10-15 വേറെ ഉണ്ട്. CNG റിഡ്സ് ഉണ്ട്. പിന്നെ CNG വേറൊരു വണ്ടി ഇപ്പൊ വരാണ്ട്. നെക്സോണ് കുറെ വണ്ടികൾ വരാണ്ട്. ആൾക്കാർ വിളിച്ചോളി. അതിന് കറക്റ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും അതാറുണ്ട്. ഒക്കെ വീഡിയോയിലുണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ബാബാക്ക അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം നല്ല കൊടിഞ്ഞൂടി ബാബാക്ക നിൽക്കുള്ള നല്ല പെരും വെയിലായിട്ടേക്കല്ലേ? പെരും വെയിലല്ലേ? അപ്പൊ ആദ്യത്തോടുള്ള അടിപൊളി നീല കളർ റിഡ്സ് ആയിക്കോട്ടല്ലേ? 2010 മോളാണ്. 10 ജീനിയസ് ആട്ടാ. കാര്യങ്ങളൊക്കെ വരുന്നത് വന്നീനോ. ഡിക്ക് സ്പോയിലർ ഉണ്ടാവും. ബാക്ക് വൈപ്പർ വരും. ചാവിമ തന്നെ റിമോട്ട് വരും. ജീനിയസിന്റെ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. മോഡൽ എന്ന് പറയുന്നത് 2010 വണ്ടിയാണ്. 10 മോഡലാണ്. 10 മോഡൽ ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടി. ഫുൾ ഗ്യാരണ്ടി കൊടുക്കൂലേ? അപ്പൊ പോളിഷ് കഴിഞ്ഞാൽ ഇപ്പൊ വരികയാണ്. ഇപ്പൊ കയറിയിട്ടുള്ളൂ. നല്ല കിടിലം വണ്ടിയില്ല. ഓണർഷിപ്പ് പറയാൻ പറ്റുമോ? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള നല്ല അടിപൊളി വണ്ടി. റീപ്ലേസും റീപ്ലേസ് ഇല്ല. നല്ല വണ്ടിയാ. അത് ഗ്യാരണ്ടി ആണല്ലേ? ചെറിയൊരു ആവശ്യക്കാർക്ക് ചെറിയ റിഡ്സ് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാ. അതും ഡീസലാണ്. മൈലേജും ഉണ്ടാവും. ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ വരുന്ന കളറാണിത്. അതാറുണ്ട്. എല്ലാം കൊണ്ടും പുതിയ വണ്ടി. നല്ല വണ്ടി. പേപ്പർ ആയിട്ടില്ലല്ലോ. പേപ്പർ ഈ വർഷം ലാസ്റ്റിക്ക് വരുന്നത്. പേപ്പർ വരുള്ളൂ. എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 2.25 ലക്ഷം റുപ്യ ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മി ആയിക്കോട്ടെ. നമ്മളെ ആൾക്കാരൊന്ന് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ പൊടിച്ച് കൊടുക്കാൻ പറ്റും. ലോൺ കയറോ? ലോൺ ഇത് 2010 ആയതുകൊണ്ട് ചെറിയ പൈസ കയറും. എന്തായാലും ഒരു 1.5 കയറും അല്ലേ? 1.5 ഉള്ളിലേക്ക് കയറും. ചെയ്ത് കൊടുക്കാം. ബാങ്ക് ചെയ്ത് കൊടുക്കാം. ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാം. മൈലേജും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി പ്രസ് അലുമിലൊക്കെ ചെയ്ത വണ്ടിയിലെ 2016 പ്രസ. 16 ആണ്. 2ാമത്തെ ഓണറാണ് നിലവിലുള്ളത്. കളർ വരുന്നുണ്ട്. അതെ, കമ്പനി വരുന്നതാണ്. 5 അലവിലുണ്ടോ? 5 അലവിലില്ല, 4 അലവിസ് എക്സ്ട്രാ ചെയ്താട്ടോ. എല്ലാം കൊണ്ടും ഉഷാറില്ല. അടിപൊളി വണ്ടി. ഇത് ഓപ്ഷൻ ഇത് ZDI പ്ലസ്. ഇതിന് മാപ്പിടിഞ്ഞില്ലല്ലേ? ഇല്ല. റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അടിപൊളി വണ്ടിയാ.
കിലോമീറ്റർ ഓടിയുണ്ട് എത്ര? ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയുണ്ടല്ലേ? ഒന്നിന്റെ ചോട്ടുകോട്ട, രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഗ്യാരണ്ടി എന്നാണ് കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 7,45,000 രൂപ കൊടുക്കാം. ചോദിക്കുന്നതാണ്, കുറച്ച് കൊടുക്കും. ഇനി കുറക്കണം, കസ്റ്റമർ ഒന്നോട്ടെ, കുറച്ച് കൊടുക്കാം. അല്ല ലോൺ എന്തൊക്കെ പറഞ്ഞാല് ലോണ് നമുക്കൊരു 6 രൂപ ചെയ്ത് കൊടുക്കാം. അത്ര ഉള്ളൂ അല്ലേ? പ്രൊഫൈൽ അതിന് മാക്സിമം ചെയ്യാലല്ലേ? നമുക്ക് ചെയ്ത് കൊടുക്കാം. ഐറ്റ് കിടക്കുന്നവർക്ക് മാക്സിമം ചെയ്യാലല്ലേ? ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ ഇതൊരു 18-20 സുഖമായിട്ട് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതേമാതിരി വീണ്ടും 2017 ZDI+ ആണ്. വാഷിംഗ് ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. ഈ 2 വണ്ടി വാഷിങ്ങും കാര്യമൊന്നും കഴിഞ്ഞില്ല, എന്ന് വന്നിട്ടുള്ളൂ. എത്തിയിട്ടുള്ളൂ. വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. പോളിഷും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ക്വാളിറ്റി. പക്ഷെ 2-3-4 ദിവസമായിട്ട് എന്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ചളികളുണ്ട്, അത് ക്ലിയർ ആയി കൊടുക്കും. ഫുള്ള് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേ വൃത്തിയാക്കി കൊടുക്കാം. നമുക്ക് 2017 വണ്ടിയാണ്, 17 ZDI+ ആണ്. ഈ ഒരു ഗ്ലാസ് മാത്രം ലോക്ക് കുടുങ്ങിയപ്പോ പൊട്ടിച്ചതാണ്. ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ അപാകതകൾ ഒന്നുമില്ല. ഒരു പരിപാടി സിംഗിൾ ഓണർ വണ്ടിയാണ്, ഫാൻസി നമ്പർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ZDI+. ഇതിന് ഒരു ഓഫറും കൂടി നമുക്ക് കൊടുക്കാം. 750 മേലെ സിവിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ 7-10 നമ്മൾ ഉദ്ദേശിക്കുന്നത് 7 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. 7 ലക്ഷം റുപ്യ ലോണും ചെയ്ത് കൊടുക്കാം. ബാങ്കിങ് വേണം, സിവിൽ സ്കോർ വേണം കേട്ടോ. നമുക്ക് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. കൊടുക്കാം. അത് ഇത് നല്ല എല്ലാം കണ്ടില്ലേ? സിവിൽ സ്കോർ എങ്ങനെയല്ല മാക്സിമം ഇതിന് 7-10 ചോദിക്കണ്ട. 7 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കും. നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓൺ ആണ്, ഡീസൽ മൈലേജും കിട്ടും. പറത്തി പോകലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ആ ഡോർ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അത് ലോക്ക് പറഞ്ഞേ, അതുകൊണ്ടാണ് അങ്ങനെ. അതാറുണ്ട് അതിന് ലോക്ക് കുടുങ്ങിയപ്പോ പൊട്ടിച്ചാണ്. അതാറുണ്ട്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാത്തണ്ടല്ലേ? ആൾക്കാരുടെ ഡെലിവറി ഇല്ലേ? കൊടുക്കാമല്ലേ? അതേമാതിരി കിടിലം വെന്യൂ ഡീസൽ വെന്യൂ നടക്കണ്ടല്ലേ? ഡീസൽ വെന്യൂ സിംഗിൾ ഓണർ, 4 ഫുൾ കട്ട ടയറ്. 4 ടയറ്. കിടിലം വണ്ടിയില. സിൽവർ കളറാണ്. മോഡലാണ് 2019 മേലൊക്കെ ഇതുണ്ട് വണ്ടി. ഡീസലാണ്, മൈലേജും ഉണ്ടാവും. ഇത് XX ഓപ്ഷനൽ അല്ല, XX ഓപ്ഷണൽ ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. A to Z കമ്പനി സർവീസ് ആണ്. ഇപ്പൊ സർവീസ് എടുത്തും ചെയ്തേക്കണം. കമ്പനി സർവീസ് ഇപ്പൊ ചെയ്തേക്കണം. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയില്ല. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കാര്യങ്ങളൊന്നും ചെയ്തില്ല. ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ്. ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് ഇത് നമുക്ക് 7,80,000 രൂപ കൊടുക്കാം. 7,80,000 രൂപ വണ്ടി കൊടുക്കും. മാണെങ്കിൽ കുറച്ചും കൊടുക്കും. പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ കൊടുക്കാല്ലേ? എത്ര മൈലേജ് ഡീസല്? ഇത് എന്തായാലും ഒരു 18 എന്തായാലും കിട്ടും. ഇത് ബ്രീസ് ഒക്കെ സെയിം മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് വണ്ടിയില്ലേ? ഒരു സ്റ്റാൻഡേർഡ് വണ്ടി. അതാണ്. അടുത്ത വണ്ടി അടിപൊളി റിഡ്സ് ആണ്, വെള്ള കളർ അല്ലേ? 2013 ZDI ആണ് വണ്ടി. അലൈവില് വരും, എയർ ബാഗ് വരും, ABS വരും, ബാക്ക് വൈഫർ വരും. അങ്ങനെ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി. വരും. സ്റ്റാറിംഗ് വോളിയം കൺട്രോൾ വരും. ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. 13 വണ്ടി. 13 മോഡലാണ്. ZDI+ ആണ്. വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയില്ലേ? ഇതിപ്പോ റീപ്ലേസ് ഉണ്ടെന്നാല് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മാറിയണോ? ബോണറ്റ് മാത്രം. വേറെ കാര്യങ്ങളൊന്നും ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ക്ലീൻ വണ്ടി. അതെ. എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് 3,10,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 3,10,000 രൂപ 13 മോഡൽ ZDI+ കൊടുക്കാം. അതും ഗ്യാരണ്ടിയില്. ലോണ് കാര്യങ്ങള് ലോൺ നമുക്കൊരു 2-2.25 ലോണും കയറും. മാക്സിമം ലോൺ കയറും. 3 ലക്ഷം രൂപേന്റെ അടുത്ത് തന്നെ ലോൺ കയറും. ZDI ആണ്. പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആവുന്നത്. ഓക്കെ. അതേമാതിരി അടിപൊളി ലിവ് ആണല്ലോ. 2012 ആണ്. 12 മോഡൽ ഗോൾഡ് കളർ GDSP ആണ്.
എയർ ബാഗ് ABS ഒക്കെ വരും. 2 എയർ ബാഗ് തന്നെ ടയർ 4 ഫുൾ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ഒക്കെ എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, ഒറിജിനൽ HR-ലാണ് വണ്ടി. നമുക്ക് ഇവിടെ നമ്പർ ആക്കിയാണ്ട് കൊടുക്കും. കേരളത്തിൽ ഓടി നമുക്ക് നമ്പർ ആക്കി ആൾ കേരള നമ്പർ ആക്കിയാണ്ട് ഓല പേരിൽ നമ്പർ ആക്കി ഓല RT ഓഫീസിലെ നമ്പറിൽ നമുക്ക് 2ാമത്തെ ഓണർഷിപ്പിൽ കൊടുക്കത്. 2ാമത്തെ ഓണർഷിപ്പിൽ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയില്ലേ വണ്ടി? ഓക്കെ. ഓടിക്കൊണ്ട് 1 lakh ആണ്. മീറ്റർ കാണുന്ന പറയുള്ളൂ. അത് നമ്മൾ അതിനെ പറയുള്ളൂ. വണ്ടി ആയതുകൊണ്ട് ആ ഗ്യാരണ്ടി പറയുള്ളൂ. DSP ആണ്, പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. നല്ല വൃത്തിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. പ്ലാറ്റിനം മോഡൽ ആക്കുകയും ചെയ്തേക്കണം. പെയിന്റിങ് കാര്യങ്ങൾ എന്തായാലും പുറത്തെ വണ്ടിയല്ല, എല്ലാ കൂലല്ലോ ടച്ചപ്പ് ഉണ്ടാവും. ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് 3.25 ലക്ഷം റുപ്യയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കേരളത്തിൽ ഓടി നമ്പർ ആക്കി നമ്പർ ആക്കിട്ട് കൊടുക്കാം. 12 മോഡൽ GDSP. ലോണ് കയറോ? ലോണ് ഇത് നമുക്ക് കയറ്റി കൊടുക്കാൻ കഴിയൂല. നമ്പർ ആക്കിയിട്ട് ഓർക്ക് വേണമെങ്കിൽ പിന്നീട് നമ്പർ അതിനേശം കിട്ടുള്ളൂ. ഡീസലും നല്ല മൈലേജും കിട്ടും. അതാണ്. അടുത്ത വണ്ടി വീണ്ടും റിഡ്സിലെ വെള്ളക്കാറാ. വീണ്ടും ഞങ്ങളുടെ മോളിലുണ്ട്. റിഡ്സിനെ ടൈറ്റ് ആണ്, അപ്പൊ അത് നോക്കിയിട്ട് കൊറേ എടുത്തു. എത്ര റിഡ്സ് നമ്മളിത്? നമ്മളടുത്ത് ഇപ്പൊ ഒരു 10 റിഡ്സോളം ഉണ്ട്. അതിനൊരു 2-3 മിനിഞ്ഞാന്ന് കൊടുത്തു. എന്നാലും 5-6 വണ്ടി ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട്. റിഡ്സ് വന്നു കഴിഞ്ഞാൽ മടങ്ങി പോകില്ല. ഇതേ റിഡ്സ് ഒറ്റൊന്നുമില്ല. ഈ ആഴ്ച ഫുള്ള് കുറെ എങ്ങനെ മോഡലുണ്ട്? 2015 വണ്ടി. 14 മോഡല്, 15 4ാം മാസം ഡെലിവറി. 15 4ാം മാസം ഡെലിവറി. 2ാമത്തെ ഓണറാണ് വണ്ടി വരുന്നത്. ഓപ്ഷൻ VDI വണ്ടി. വീഡിയോയിലെ കിലോമീറ്റർ കാര്യങ്ങള് 94,000 ഓട്ടം ഓടിക്കണ്ടില്ലേ? ഹിസ്റ്ററി ഉണ്ട് അതിന്? ഹിസ്റ്ററി കറക്റ്റാ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണല്ലേ? കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ചോദിച്ചോണ്ട് ഞാനോട് പറയും. MK യൂസ്ഡ് കാറിൽ റീപ്ലേസ് തട്ടുമുട്ടുണ്ടാ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലേ? അതാണ് എന്തെങ്കിലും പറയില്ലേ? ആ ഗ്യാരണ്ടിയിൽ വണ്ടികൾ കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. റീപ്ലേസ് ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാനോട് പറയണ്ടേ. ടോട്ടൽ ലോസ്, ഫ്ലഡ്, ഞാൻ പറഞ്ഞില്ലേ അപ്രോണ് പോയത് നമ്മൾ കടിയിൽ ഒരു വണ്ടി കാര്യങ്ങൾ ഉള്ള വണ്ടി നമ്മുടെ അടുത്തില്ല. ആ വണ്ടിക്ക് നമുക്ക് വിളിക്കും വേണ്ട. നല്ല വണ്ടിക്ക് മാത്രം വില കുറച്ച് കാണ്ട് അപ്രോണ് പോയത്, ഫ്ലഡ്, ടോട്ടൽ ലോസ് ഉണ്ടാന്ന് ചോദിക്കുമല്ലോ. അങ്ങനത്തെ ഒരു വണ്ടിക്ക് നമുക്ക് വിളിക്കാനേ വേണ്ട, നമ്മുടെ അടുത്തില്ല. നല്ല വണ്ടി കൊടുക്കുക, ജനങ്ങൾ അല്ല ഇങ്ങനത്തെ ഒരു കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറയണ്ടേ. നമുക്കൊക്കെ വിളി വല്ലുണ്ട്, ചെറിയ അപാകതകൾ ഉണ്ടോ, അപ്രോണ് പോയതുണ്ടോ, വില കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ചോദിക്കൊണ്ടോലുണ്ട് കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ആ ആൾക്കാർ നമുക്ക് വിളിക്കാനേ വേണ്ട, നമ്മുടെ അടുത്തില്ല, നമ്മൾ വിളിക്കൂല. നല്ല വണ്ടി മാത്രം. അധികം സിംഗിൾ ഓണർ അല്ലെങ്കിൽ 2ാമത്തെ ഓണർ, മാക്സിമം 3ാമത്തെ ഓണർ വണ്ടി ക്വാളിറ്റി ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് വണ്ടികളെ മാത്രം. പിന്നെന്താ വെച്ചാല് പഴയ വണ്ടികളൊക്കെ ഇപ്പൊ ചിലപ്പോ 10 കൊല്ലം 15 കൊല്ലം ആയത് 3-4 കഴിക്കുന്നല്ലാതാ. വീണ്ടും നമ്മള് നോക്കിയെടുക്കല് സിംഗിൾ ഓണർ, 2ാമത്തെ ഓണർ, മാക്സിമം പോയ 3ാമത്തെ ഓണർ. ഇവിടെ പറയുമ്പോ തന്നെ എനിക്കറിയാം. ഇതിന് നമുക്ക് 3,60,000 റുപ്യ കൊടുക്കാം. 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടി കേട്ടോ. ക്ലീൻ പീസ് വണ്ടി. ലോൺ നമുക്ക് 3.25 ലക്ഷം റുപ്യ ലോൺ കയറും. നമുക്ക് 2 വണ്ടി 14 കൊടുത്തിമ്പോ ഏകദേശം 3.15, 3.20, 3.25 റേഞ്ചിൽ ലോൺ കയറി. വണ്ടി കഴിഞ്ഞ ആഴ്ച കൊടുത്തു. പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാം. അടുത്ത വണ്ടിയല്ല അടിപൊളി ഒരു കൊമ്പ സാധനല്ലേ, ഫോർച്യൂണർ. അതും ഫാൻസി നമ്പർ 2222. അതെ, ചോദിക്കൊണ്ടവർക്ക് നമുക്കൊരു വണ്ടി കൊടുക്കും. 22 ചോദിച്ചോണ്ടവർക്ക് 2 വണ്ടി വാങ്ങി കൊടുക്കും. അല്ല, ഒന്ന് ഒരു നമ്മളെ ഒരു താറുണ്ട് 22 അതേമാതിരി ഫോർച്യൂണർ ഉണ്ട് 22. ഇതങ്ങനെ 2012 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആയ വണ്ടിയാണ്, നമ്പറായ വണ്ടിയാണ്. പക്ഷെ ഈ വണ്ടി
A to Z കമ്പനി സർവീസ് ഉണ്ട്, സെക്കൻഡ് ജാവ് ഉണ്ട്, സർവീസ് കമ്പനിയിലുണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്, ഫാൻസി നമ്പർ ഉണ്ട്, എല്ലാ ഭാഗവും ഓക്കെയാണ്, എല്ലാം ഉണ്ട്. ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് കേരള വണ്ടിക്കും മേലായിട്ട് കൊടുക്കാം, അതേ ഗ്യാരണ്ടിയിൽ കൊടുക്കാം. നമ്പറുള്ള ഓട്ടോ നമ്മൾ ഇടുന്നുണ്ട്, ആൾക്കാർ ഹിസ്റ്ററി എടുത്തോട്ടെ, ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ക്ലീൻ വണ്ടിയാ. അതാറുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ചോദിക്കണ്ട. റീവണ്ടിയാണ്, പക്ഷെ കറക്റ്റ് A to Z കമ്പനിയാണ്, ഹിസ്റ്ററി കറക്റ്റ് ആണ്. എന്നാ ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് 12.5 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. അതിൽ കുറച്ചും കൊടുക്കൂല, എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മിയായി കൊടുക്കാം നമുക്ക്. ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് ഏകദേശം 9 ലക്ഷം റുപ്യ 10 ലക്ഷം റുപ്യ ലോണും കയറും. 10 ലക്ഷം ലോൺ 10 ലക്ഷം റുപ്യ 2 ലക്ഷം കൊടുക്കലോ അല്ലെ 2.5 ലക്ഷം കൊടുക്കലോ. നമുക്ക് ബാങ്കിങ് ഒക്കെയാണ് നോക്കുക. അതാണ് നമ്മൾ പിന്നെയും പറഞ്ഞില്ലേ, നല്ല പ്രൊഫൈൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാല്ലേ. ആളുകൾ വന്നാൽ മാക്സിമം ചെയ്തു കൊടുക്കാം. നമ്മൾ ഇവിടെ സെറ്റ് ആള് വന്നാൽ മതി. ഇവിടെ അതിന്റെ ആളുണ്ട്. എന്നോട് ബാങ്കിന്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടും ലോണിന്റെ കാര്യം ചോദിച്ചിട്ടും അറിയില്ല, വിളിച്ചുമ്പോ എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഞാനത് പഠിക്കൂല. അതെ, നമുക്ക് എന്താ വെച്ചാല് ലോണില് നമുക്ക് താല്പര്യമില്ല. നമ്മൾ ആര് വരുമ്പോഴും ലോണ് കൈകൊണ്ട് ഒഴിവാക്കി കളിന്നാ ഞാൻ പറയലേ. എന്താ വെച്ചാൽ എനിക്ക് അതിൽ താല്പര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു വണ്ടി എടുക്കാൻ വരുന്ന ഓന് ലോൺ ഇടാതെ എടുക്കാൻ കഴിയൂല. അപ്പൊ നമ്മളുടെ കടയിലെ സ്റ്റാഫ് ഉണ്ട്, ലോണിന്റെ സെക്ഷനില് അതിന് അവിടെ എക്സിക്യൂട്ടീവ് ഉണ്ട്. വിളിച്ച് കാര്യങ്ങൾ പോലെ ആധാർ കാർഡ് പാൻ കാർഡ് ഏറ്റവും നമ്മളെ ഓഫീസിലേക്ക് വന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നോട് ബാങ്കിന്റെ കാര്യത്തിനും അടവ് എത്ര പേരും ഇത് വരുന്ന ചോദിച്ചിട്ട് ഞാനെ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ഞാനെ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കൂല, അതിലെനിക്ക് താല്പര്യമില്ല. അതിന് കുറച്ച് നല്ലോ ഞാൻ ബാക്കിലാണ് കേട്ടോ. അപ്പൊ ലോണിന്റെ സെക്ഷനിക്ക് നമ്മൾ ലോണിന്റെ കാര്യങ്ങൾ പറയണ്ടേ, സെറ്റായി കൊടുക്കും. പറയേണ്ടത് ശരിയല്ല, പക്ഷെ പറയേണ്ടത് എന്തുകൊണ്ട് വെച്ചാല് 99% കസ്റ്റമർ നമ്മളെ കടയിൽ കയറിന്റെ ലോൺ ഇടാതെ എടുക്കാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഓൽക്കൊരു വണ്ടി നിർബന്ധമാണല്ലോ. അപ്പൊ അതിന് പോലെ ചെയ്യണേന് നമ്മൾക്കൊരു അനുകൂലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരാളെ വെച്ചേക്കണു, ഓല് കറക്റ്റ് പറഞ്ഞെടുക്കും. അപ്പൊ സിവില് ആധാർ കാർഡ് പാൻ കാർഡ് കാര്യങ്ങൾ കൊടുത്താല് നമുക്ക് ഇവിടുന്ന് ചെയ്തുകാണ്ട് കൊടുക്കാം. നമുക്ക് കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഓല് പറഞ്ഞു തരും. ഓക്കെ, അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ 800 ഗ്രേ കളർ അല്ലെ, ഗ്രില്ലൊക്കെ ചെയ്ത വണ്ടിയില. അൾട്ടോ 2013 മോള് 14 രജിസ്റ്റർ 14 രജിസ്റ്റർ ഗ്രില്ലും കാര്യം സീറ്റ് കവറും കാര്യമൊക്കെ ചെയ്ത വണ്ടി. ഇതെന്താ വെച്ചാല് ഇതാണ് എന്താ VXI ആണ്. എയർ ബാഗ് വരുമ്പോ എയർ ബാഗ് വരൂല. VXI എയർ ബാഗ് വരും. എന്താ വെച്ചാൽ ഡിക്ക് സ്പോയിലർ വരും, കമ്പനി സെറ്റ് വരും, ബാക്കിലോ ട്രേ വരും, അങ്ങനെ ഒരു ചില്ലറ കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണ് പിന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ. സീറ്ററൊക്കെ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് പറ്റും. ക്വാളിറ്റി വണ്ടിയാണ്, ഫുള്ള് ക്വാളിറ്റിയാ. അതും ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. 800 കിട്ടണില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൊരു 10-15 വണ്ടിയോളം നമ്മൾ കയറി ഒന്നും വന്നോ പിറ്റേന്ന് തന്നെ കൊടുത്ത കണ്ടീഷൻ. അത് ഇന്നലെ കയറിയിട്ടുള്ളൂ. നമുക്ക് ചെയ്യാൻ കിട്ടി. അതെ, എനിക്ക് ചെയ്യാൻ കിട്ടി. എന്നോട് ഞാൻ പറഞ്ഞല്ലോ കൊറേ 800 ചെയ്യണം തന്നെ പോയി. നമ്മൾ ഇന്നാളത്തേക്ക് ഒരു 10-15 ഒപ്പം പക്ഷെ അതിനുള്ള അവസരം ഉണ്ടായില്ല. ഈ ചെറുവണ്ടി നല്ലൊരു വണ്ടി വരുമ്പോ പെട്ടെന്ന് പോവാണ്. ചെറുവണ്ടിയെ കൂടുതൽ ആൾക്കാർ നോക്കുന്നില്ല, വില കുറവുള്ളത് അത് നോക്കുന്നുണ്ട്. അപ്പൊ അത് VXIന്റെ ഇതും കാര്യമൊക്കെ ഉണ്ട്. മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഏകദേശമൊക്കെ അത്യാവശ്യം ഒരു 50-60% ടയർ ഉണ്ട്. കാര്യങ്ങളോ ഡോർ വൈസർ, ഡോർ ബീഡിങ്, മാറ്റ്, കാല്, സ്റ്റീലൊക്കെ ചെയ്തു. ചെറിയൊരു ആവശ്യക്കാർക്ക് റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു വണ്ടി കൊടുക്കാം. 13 മോഡലാണ്, 14 3-ാം മാസം വണ്ടിയാണ്. വണ്ടി 2 ലക്ഷം റുപ്യ ഫൈനൽ ആവുകയാണ് നമുക്ക്. 14 വണ്ടിയല്ല, 2 ലക്ഷം റുപ്യ VXI ആണ്, സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ് ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി. അത് കുറയില്ലല്ലോ, വന്നോട്ടെ. ഫുൾ ലോൺ കയറില്ല, നമുക്കൊരു 1.5 ലക്ഷം റുപ്യ നമ്മൾ ചെയ്തു. 1.5 ഇപ്പൊ ഇന്നലെ നമ്മളൊരു റെഡ് വണ്ടി ഡെലിവറി എടുത്തിന്. ആ വണ്ടി മേലൊക്കെ 1.5 റുപ്യ 1.60 ലോൺ കയറി. നല്ല പ്രൊഫൈലാണ്, മാക്സിമം ലോൺ കയറും. പ്രൊഫൈൽ ഓക്കെയാണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. പ്രൊഫൈല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 കയറും ചെയ്യും. അടുത്ത അടിപൊളി റെഡ്സുകളല്ല, വീണ്ടും റെഡ്സ്
2014 വണ്ടി. 14 മോഡല് വെള്ള കളർ എടുത്താണല്ലേ? അലൈവിയിലുണ്ട്. 1.15 ഓടിയതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ഫിറ്റിങ്സ് ഫുള്ള് ചെയ്തേക്കണം. നല്ല സെറ്റ് ഉണ്ട്. ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്. ബാക്കിലൊരു എക്സ്ട്രാ സ്കാട്ട് ചെയ്തേക്കണം. ഡിക്ക് സ്പോയിലർ, സ്റ്റീല് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത വണ്ടി. ക്ലീൻ പീസ് വണ്ടിയിലെ. എത്ര ഓടിക്കണ്ട? 1.15 ഓടിക്കണ്ടല്ലേ? ഇത് ഹിസ്റ്ററി ഇല്ലല്ലോ? ഹിസ്റ്ററി കറക്റ്റാ. സർവീസ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയില്ല. അലവില് കാര്യങ്ങള് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി. ഡോറ് തുറന്നാൽ ലൈറ്റും കത്തൂലേ? അതാണ് നീല കളർ ലൈറ്റും കത്തും. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? നമുക്ക് 3 ഉറുപ്പ്യൊക്കെ ചോദിക്കാം. 3,45,000 ഉറുപ്പ്യൊക്കെ നമ്മൾ കൊടുക്കാം. വണ്ടി കൊടുക്കാം. ഇനി കുറയണ്ടല്ലോ? ഇനി കുറയണ്ട. 2014 അതാണ് ആൾക്കാർ എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കാം. അതാണ് ചെറിയ ലാഭം മതി. വണ്ടി ക്ലീൻ വണ്ടി കൊടുക്കാം. ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്കൊരു 3 രൂപന്റെ അടുത്ത് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ചെയ്ത് കൊടുക്കാം. എന്തായാലും 50,000 മുടക്കി വണ്ടി ഇറക്കാം. അതാറുണ്ട്. അടുത്തുണ്ട് അതേമാതിരി സി എൻ ജി 2016 CNG ആണ്. 16 CNG ഫ്രീ ആയ വണ്ടിയാണ്. LXI ഓപ്ഷൻ ആണ്. LXI ആണ്. പെട്രോൾ CNG. പെട്രോൾ CNG 25 മേലെ മൈലേജ് ഉണ്ടാവും. ഉണ്ടല്ലേ? 11 കോഴിക്കോട്ടേക്കാണ് മാറിയിട്ടില്ല. കോഴിക്കോട് നമ്പർ ആയ വണ്ടി. ഇത് കിലോമീറ്റർ ചെറിയൊരു വിലക്ക് കൊടുക്കാം. 1.38 ഓട്ടം. അല്ലല്ലോ ഓടിക്കുന്നുണ്ട്. മീറ്റർ കാണാൻ പറയുള്ളൂ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഗവും ഉണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ടല്ല. ചെറിയൊരു ഓട്ടക്കാർക്ക് ഓട്ടോടുണ്ടവർക്ക് ഇത് പെരും ലാഭമാണ് ഈ സാധനം. അതാണ്ട് പെട്രോൾ വില കമ്മിയാണല്ലോ. ഡീസലിന്റെ ലാഭമാണ് ഇതോടുണ്ട്. അതിലേറെ മൈലേജും കിട്ടൂലേ? കംപ്ലൈന്റ് വരൂല. അതാണ്ട്. എത്ര വണ്ടിക്ക് നമുക്ക് ഫൈനല് 2,60,000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. അത്രയോളം? 16 വണ്ടി 2,60,000 ഉറുപ്പ്യ ഒരു ഓഫർ റേറ്റ് ഇട്ടാണ് കൊടുക്കാം. അതാണ്ട് 2,60,000 ഉറുപ്പ്യ 16 മോഡല് മാക്സിമം ലോൺ. മാക്സിമം ലോൺ ഫുൾ കൊടുക്കാം. അടിപൊളി ലീവാ. ലീവുണ്ട്. ലീവ നമ്പർ ആയത് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ ലീവ. 1,85,000 വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് GD ആണ്. പിന്നെ 13 ന്യൂ ഷേപ്പ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന വണ്ടിയാണ്. 13 ന്യൂ ഷേപ്പ് ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയില്ല. നമ്പറായ വണ്ടിയാണെങ്കിലും കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്. വണ്ടിയില്ലേ? വൃത്തിയുള്ള ഷേപ്പുള്ള വണ്ടിയില്ലേ? നല്ല വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ടാകുമ്പോ എടുക്കണം. അതാണ്ട്. അതെ 1,55,000 സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററിയിലുണ്ട്. ഇത് 3,60,000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. ലോണ് നമുക്കൊരു 3 ഉറുപ്പ്യന്റെ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. 3 രൂപ ലോൺ കയറും. 50,000 മുടക്കിൽ അടിപൊളി ലീവൺ അതും ഗ്യാരണ്ടി കൊടുക്കാം. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.